ഗുഡ് മോർണിംഗ്. നമുക്ക് ഹമാസിൻ്റെ കാര്യത്തിലേക്ക് ഇന്ന് പോവാം. ഹമാസിന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായ തോന്നുന്നു. കാരണം ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു വിദേശ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഹമാസ് ഇസ്രായേലിനോട് ചെയ്ത ആക്രമണം അതിന്ന് ലോകത്തിൽ ആരും മറന്നിട്ടുണ്ടാവില്ല, അത് അവർക്ക് തെറ്റായി പോയി എന്നൊരു ചിന്ത വന്നിരിക്കണം. അത് സിനിജിക്ക് കേട്ടപ്പോൾ എന്താ തോന്നി? തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടാണ് ഹമാസിൻ്റെ ഒരു നേതാവ് തങ്ങൾ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണം തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പരസ്യമായ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുമ്പസാരം നടത്തിയിരിക്കുന്നത്. അതായത് ഹമാസിൻ്റെ നിലവിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ മൂസ അബു മർസൂഖ് എന്ന് പറയുന്ന 74 വയസ്സുകാരനാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ഫുൾ പേജിലായി നൽകിയ ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. ഗസയിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന ആ സ്ഥലം പൂർണ്ണമായും തകർന്നു പോകുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഹമാസ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ തുനിഞ്ഞപ്പോൾ തന്നെ അതിന് തടയിടുമായിരുന്നു. സംഭവിച്ചു പോയി, ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന പ്രസ്ഥാനം ഛിന്ന ഭിന്നമായി പോയി എന്ന് ഈ മർസൂഖ് പറയുകയാണ്. അപ്പം 1990കളിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ കാര്യ നേതാവ് എന്ന നിലയിലാണ് ഈ മർസൂഖ് ശ്രദ്ധേയനാകുന്നത്. കഴിഞ്ഞ 38 വർഷമായിട്ട് ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഹമാസ് ഏറ്റെടുത്തിട്ട് ഇയാളെ തുർക്കിയിൽ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ അയച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ വ്യക്തിയാണ്. പിന്നീട് ഇയാൾ അമേരിക്കയിലായിരുന്നു 14 വർഷം താമസിച്ചിരുന്നത്. 14 വർഷം അമേരിക്കയിൽ താമസിച്ചപ്പോൾ ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്ന് അവിടുത്തെ പോലീസ് മനസ്സിലാക്കി. അങ്ങനെ ഈ മസൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയൊക്കെ ചെയ്തു. പിന്നീട് ഇയാളെ പുറത്തു വിട്ടപ്പോൾ ഇയാൾ അഭയത്തിനായിട്ട് അറബ് രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് ഒടുവിൽ ഖത്തറിലേക്ക് എത്തുന്നത്. അവിടെ അയാൾ ബിസിനസ്സൊക്കെ ആരംഭിച്ച് അവിടെ അങ്ങനെ സേഫായിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ പോരാളികൾ അവിടെ ടണലുകളിലും മറ്റും ഒളിച്ചിരുന്ന് ഗൊറില്ല മോഡൽ യുദ്ധമൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒളിപ്പോര് നടത്തുമ്പോൾ ഈ മസൂഖിനെ പോലെയുള്ള നേതാക്കൾ, യാഹിയ സിൻവറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഹസൻ നസ്രുള്ളയെ പോലെയുള്ള നേതാക്കളൊക്കെ ഒരു സുഖിമാനായിട്ട് സുഖലോലുപതയിൽ മുഴുകി കഴിയുകയായിരുന്നു. അപ്പോൾ ഈ കിട്ടുന്ന ഹമാസിന് അനുവദിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള നേതാക്കളും അവരുടെ ഫാമിലിയുമൊക്കെ. ഇവർക്ക് ഈ യഥാർത്ഥ യുദ്ധഫീൽഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ തുറന്നു പറയുന്നു, ഒരു കാരണവശാലും നമ്മൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു. യാഹിയ സിൻവർ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമാണ്. അതായത് ഒരു ദിവസം നമ്മൾ നേരെ പോയി ഇവരെ ആക്രമിക്കുന്നു, ഇസ്രയേലിൽ ഏതാണ്ട് 1500ഓളം പേരെ വെടിവെച്ച് കൊല്ലുന്നു, 250ഓളം പേരെ ബന്ദിയാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഹമാസിലെ മുഴുവൻ നേതാക്കളുമായി കൂടിയാലോചിച്ചിട്ടായിരുന്നില്ല എന്നാണ് ഈ മൂസ അബു മർസൂഖ് പറയുന്നത്. അതായത് ഹമാസിന്റെ ഉള്ളിലെ നേതാക്കന്മാർക്കിടെ ഇടയിൽ പോലും ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ഇപ്പോ ഒരു ഭിന്നത പുറത്തു വരുന്നോണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം പിന്നീട് ഇത്രയും നാളുകൾക്ക് ശേഷം പുറത്തു വരുന്നത്. അതായത് ഹമാസിലെ നേതാക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നു എന്ന് നേരത്തെ മുതൽ തന്നെ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ തെളിവുകളൊന്നുമില്ല. ഇപ്പോഴാണ് ഹമാസിൻ്റെ ഒരു നേതാവ് ഔദ്യോഗികമായി ഇക്കാര്യം പറയുന്നത്. കാരണം ഹമാസിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം സ്വരൂപിക്കുന്നതിൻ്റെയൊക്കെ ചുമതല ഈ മർസൂഖിനായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവ് 74 വയസ്സുണ്ട്, 38 വർഷം ഹമാസിന് വേണ്ടി നിലകൊണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതെയായി, അവിടുത്തെ ജനങ്ങൾക്ക് വീടില്ലാതെയായി, അവരുടെ കൃഷിസ്ഥലമില്ലാതെയായി, അവരുടെ ബിസിനസ് സംരംഭങ്ങളില്ലാതെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേൽ ഇത്രയും വലിയ തിരിച്ചടി നടത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മാത്രമല്ല ജോ ബൈഡൻ ഭരണകൂടം മാറി ട്രംപ് ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഗസ എന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവരുടെ സങ്കല്പത്തിന് അതീതമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാക്കൾ എന്ന് പറയുന്നത് ശതകോടീശ്വരന്മാരാണ്. ഇവർ വിദേശ രാജ്യങ്ങളിൽ ഒളിച്ചു താമസിക്കുകയാണ്. അവിടെ താമസിക്കുമ്പോൾ വൻതോതിൽ ബിസിനസ് നടത്തി വൻതോതിൽ പണം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഈ മർസൂഖ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, 300 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കി. എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത്? അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയും വലിയൊരു തുക സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നതായിരുന്നു ഇത്തരത്തിലുള്ള നേതാക്കൾ. നേരത്തെ തന്നെ UAEയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. എന്നാൽ ഈ 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തിയതോടുകൂടി ഈ അറബ് രാജ്യങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. മാത്രമല്ല പിന്നീട് പല
കാര്യങ്ങൾക്കും ഈ അറബ് ലോകത്തെ നേതാക്കളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഈ മർസൂഖ് ശ്രമിക്കുമ്പോൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതുപോലെ തന്നെ ലെബനൻ എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ രാജ്യമാണ്. പക്ഷേ അവിടെ ഭരണം നടത്തിയിരുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഭരണകൂടമായിരുന്നു. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ടു. ഇനി അടുത്തത് ഈ പറയുന്ന സിറിയയിലേക്ക് നോക്കാം. അസദ് ഭരണകൂടമാണ്. അസദ് ഭരണകൂടം ഈ പറയുന്ന ഹമാസിനെ ഹിസ്ബുള്ളയൊക്കെ പിന്തുണയ്ക്കുന്ന ഭരണകൂടമായിരുന്നു. ഈ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. ഇതിനെല്ലാം കാരണം ഈ ഹമാസിൻ്റെ എടുത്തുചാട്ടമാണ്. അപ്പം യാഹ്യ സിൻവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തെറ്റായി പോയി എന്ന് പിന്നീട് അവരുടെ തന്നെ നേതാവായ ഹസൻ നസ്രുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ ഹസൻ നസ്രുള്ള ഇസ്രയേലിൻ്റെ മാരകമായ ആക്രമണം കണ്ട് പേടിച്ചിട്ടാണ് പറഞ്ഞത് ഈ യാഹ്യ സിൻവർ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. അയാൾ ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. അപ്പോൾ ഹമാസിനുള്ളിൽ കൃത്യമായ ഭിന്നത ഉണ്ടായി, അത് വ്യക്തമാണ്. അപ്പോൾ മറ്റ് ചില നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്നു. അതായത് ഈ മൂസ അബു മർസൂഖ് പറയുന്ന കാര്യം പൂർണ്ണമായും ശരിയല്ല. അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ചില ഭാഗങ്ങളെ വളച്ചൊടിച്ച് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും ഈ ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ ചെറുതായി കാണുന്നില്ല, ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ആക്രമണമാണ്. ഞങ്ങൾ എന്തിനാണ് ഇത്രയും ആയുധം കൈവച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളിത് പൂജിക്കാനാണോ? ഇത് പൂവാണോ? ഒന്നുമല്ലല്ലോ, ഞങ്ങൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുന്നു. അപ്പം ഈ പറയുന്ന സ്പർദ്ധ വ്യക്തമായി. കാരണം ഇപ്പുറത്ത് ഇന്നൊരാൾ പറയുന്നു അത് ചെയ്തത് തെറ്റായി പോയെന്ന്, മറ്റു ചില നേതാക്കൾ പറയുന്നു അത് തെറ്റല്ല, ശരിയാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന നടപടി ഉണ്ടായി. ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെ നേതാക്കളെ മുഴുവൻ ഇല്ലാതാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ ഒരു നേതാവിൻ്റെ എടുത്തുചാട്ടം ഒരു സംഘടനയെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്നാണ്. നമുക്കതിനെ ഒട്ടും പറയാൻ പറ്റില്ല. കാരണം 23 ദശലക്ഷം ആളുകളെയാണ് ഗസയിൽ നിന്ന് അവർ പലായനം ചെയ്യിച്ചത്. കാരണം എന്താ വെച്ചാൽ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും. അപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ ഒളിച്ചിരുന്നപ്പോൾ അവിടേക്കെല്ലാം തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തി. അങ്ങനെയാണ് യാഹ്യ സിൻവർ കൊല്ലപ്പെടുന്നു, ഹസൻ നസർ കൊല്ലപ്പെടുന്നു, അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നു. ഇതുകൂടാതെ ഇവർക്കെല്ലാ സഹായവും നൽകിയത് ഇറാൻ, ആയുധം കൊടുക്കുന്ന ഇറാനിൽ നിന്നാണ്. ഇവർക്കുള്ള ട്രെയിനിങ്ങും മറ്റു പരിശീലനവും ഒക്കെ കൊടുക്കുന്ന ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഹിസ്ബുള്ളയോട്, അതായത് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയോട് ആയുധങ്ങളും പണവും എത്തിച്ച് നൽകുന്ന ഇറാനോട് പോലും ആലോചിക്കാതെ ഹമാസ് ഏകപക്ഷീയമായി ഇസ്രയേൽ നടത്തിയ ആക്രമണം തെറ്റായിപ്പോയി. പശ്ചാത്തപിക്കുന്നു, കുറ്റബോധമുണ്ടാകുന്നു. ഹമാസ് നേതാക്കൾ തുറന്നു പറയാണ്, ലോകത്തിൻ്റെ മുന്നിൽ കുമ്പസരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം എല്ലാം നടത്തിയത്. അപ്പോൾ പാലസ്തീൻ ജനത ഇല്ലാതാകാൻ, അവർക്ക് സ്വന്തമായി രാജ്യം ഇല്ലാതാകാനുള്ള കാരണം ഹമാസ് ആണെന്ന് തുറന്നു പറയുന്നു. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഹമാസ് കുറച്ചുകൂടെ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇവർ ഒരു ഭീകര സംഘടനയാണ്, ഇവർ പലസ്തീന് വേണ്ടിയല്ല നിലകൊണ്ടത്, ഇവർ ഈ ഷിയ സുന്നി തീവ്രവാദം വളർത്താൻ വേണ്ടി ഹമാസും ഹിസ്ബുള്ളയും പ്രവർത്തിക്കുകയായിരുന്നു, ഇറാനായിരുന്നു അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് ലോകരാജ്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ടുണ്ടാകുന്നു. മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ കരുതിയിരുന്നത്, ഈ ലെബനനിലും അതുപോലെ തന്നെ സിറിയയിലും ഇനി പിന്നെ ഞങ്ങളുടെ ഭരണം വരും, അതായത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ ഭരണം വരും, അതുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നേതാക്കൾ ഇത്തരത്തിൽ തട്ടുകൂട്ട് പ്രചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അതൊന്നും തന്നെ വിജയത്തിലേക്ക് എത്തിയില്ല. നമ്മൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. അപ്പം തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ വിട്ട് വിദ്യാഭ്യാസം ചെയ്യിച്ച് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായ മേൽനോട്ടം വഹിച്ച് ആ സംഘടനയെ കൃത്യമായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് 74-കാരനായ മൂസ അബു മർസൂഖ്. അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്, ഹമാസിന് തെറ്റുപറ്റിയെന്ന് തുറന്നു പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ അവർ ഇല്ലാതായിപ്പോയി. ഇതിനു മുമ്പ് 1972 സെപ്റ്റംബർ 5 മ്യൂണിക് ഒളിമ്പിക്സ് നടന്നിരുന്നു. ഈ മ്യൂണിക് ഒളിമ്പിക്സിൽ അന്ന് ഇസ്രയേലിൻ്റെ 11 അത്ലറ്റുകളെ ഈ പലസ്തീൻ്റെ ഭീകര സംഘടന കൊന്നു. അന്ന് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ പാലസ്തീനിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ഭീകര സംഘടന എന്ന് പറയുന്നത് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ആക്രമണത്തിലാണ് 11 ഇസ്രയേലി അത്ലറ്റുകളെ കൊന്നത്. അന്ന് അവിടുത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി തീരുമാനിച്ചു ഇതിന് പകരം വീട്ടണമെന്ന്. അങ്ങനെ മൊസാദ് അവിടെ ആസൂത്രണം ഏറ്റെടുക്കുകയും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കൊന്നു തള്ളുകയും ചെയ്തു. അന്ന് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മുഴുവൻ നേതാക്കളെയും ഇല്ലാതായിപ്പോയതാണ്. അതുപോലെ ഈ ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളുടെ നേതാക്കളെയും കൊന്നതാണ്. സമാനമായ സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ മർസൂഖ് പറയുന്ന കാര്യം ഇതാണ്, അന്ന് എങ്ങനെയൊക്കെയാണോ ഇസ്രായേൽ അടിച്ചത് അതിനേക്കാളും ഭീകരമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അപ്പം നമ്മുടെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന പൂർണ്ണമായും ഛിന്നഭിന്നമായിപ്പോയി. ഹിസ്ബുള്ളയോട് ആലോചിക്കാതെ, ഇറാനോട് ആലോചിക്കാതെ ഈ ചെയ്ത കൃത്യങ്ങൾ, ഈ പ്രവൃത്തികളെല്ലാം തെറ്റായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വലിയ തെറ്റാണ് പറ്റിയത്. ഒരു കാരണവശാലും ഇസ്രായേലിനെ നമ്മൾ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഗസയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഗസയെ നശിപ്പിച്ചത്, അതുപോലെ തന്നെ പലസ്തീനെ ഇല്ലാതാക്കിയത് ഹമാസ് ആണെന്ന് അവരുടെ നേതാവ് തന്നെ തുറന്നു പറയുന്നു. ലോകത്തിൻ്റെ മുന്നിൽ
തുറന്ന പറച്ചിൽ ഉണ്ടാകുന്നതോടുകൂടി ഇനി വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും. കാരണം എന്താ പറയുക, കുറച്ച് നേതാക്കൾ പറയും അങ്ങനെയല്ല, ഇയാൾക്ക് പറയുന്നത് തെറ്റാണ്, ഇയാൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ ശതകോടീശ്വരന്മാരാണ് ഇവർ ഖത്തർ പോലെയുള്ള അറബ് രാജ്യങ്ങളിലാണ് നിലകൊള്ളുന്നത്. നിലവിൽ ഇത്തരം രാജ്യങ്ങളിലൊന്നും പിന്തുണ ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഖത്തറിൻ്റെ ഒരു സഹായം ഇനി ഇവർക്ക് സാമ്പത്തികമായി കിട്ടില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു തുറന്നു പറച്ചിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള ഒരു പ്രമുഖ പത്രത്തിൽ ഒരു ഫുൾ പേജ് അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ. ചിലപ്പോൾ ഒരുപക്ഷെ സ്വന്തം ജീവനെ പേടിച്ചാവാൻ പുള്ളി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാവാം. കാരണം ബാക്കി എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനോ എന്ന് വിചാരിച്ചായിരിക്കും പുള്ളി ഇരിക്കണേ. അതും ആവാം. അതെ, അങ്ങനെയും ആകാം. എന്തായാലും ഈ തുറന്നു പറച്ചിൽ ഇനി വരും ദിവസങ്ങൾ വലിയ ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.